നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം പാതി വഴിയിൽ മരവിച്ച് നിൽക്കുകയാണ്. CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്ന പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം ഈ SITക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഏതായാലും ആരോ അവരുടെ കയ്യും കാലും കെട്ടിയിട്ടുണ്ട് എന്നുറപ്പാണ്. മോഷ്ടിച്ചു കൊണ്ടുപോയ ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ എവിടെയാണ് എന്ന് ഒരു സൂചനയുമില്ല. പക്ഷേ സർക്കാരിന് മിണ്ടാട്ടമില്ല, പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ല. കാരണം എന്താ? ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണല്ലോ കൊണ്ടുപോയത്. മറ്റേതെങ്കിലും വിഭാഗക്കാരുടെ ആരാധനാലയമായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വന്ന കാര്യം അതല്ല. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ ക്ഷണിച്ചു കൊണ്ടുവന്ന ആളുകളെ ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മുടെ തമിഴ്നാട്ടിലെ DMK-ക്കാർ. അവർ സനാതനധർമ്മം വൈറസാണെന്നും അതിനെ ഉന്മൂലനം ചെയ്യണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. അക്ഷരാർത്ഥത്തിൽ ഇക്കാലം അത്രയും അവർ തമിഴ്നാട്ടിൽ ചെയ്തു പോകുന്നത് അതാണ്. അങ്ങനെ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം അതാണ് മധുരയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മധുര തിരുപ്രംകുണ്ട്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിയിക്കുന്നതിനെക്കുറിച്ചുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ദീപം തെളിയിക്കാൻ ഹിന്ദു വിശ്വാസികൾക്ക് അനുമതി നൽകി. എന്നിട്ടും MK സ്റ്റാലിൻ്റെ സർക്കാർ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം എന്താ? അവിടെയുള്ളൊരു ദർഗയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ്. ക്ഷേത്രം നിലനിൽക്കുന്ന മലമുകളിലുള്ള ഒരു ദർഗ, ആ ദർഗയുടെ അടുത്തുള്ള തൂണിൽ ദീപം വെക്കാൻ അനുവദിക്കില്ല എന്നാണ് ദർഗയുടെ ചുമതലക്കാർ പറയുന്നത്. ക്ഷേത്രം നിലനിൽക്കുന്ന മലമുകളിലുള്ള ഒരു ദർഗയുടെ അടുത്തുള്ള തൂണിൽ ദീപം തെളിയിക്കാൻ അനുവദിക്കില്ല എന്നാണ് ദർഗയുടെ ചുമതലക്കാർ പറയുന്നത്. സർക്കാർ അവർക്ക് പിന്തുണ നൽകുന്നു, അതും കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട്. അത് ദർഗക്കാരുടെ വിശ്വാസത്തെ ഹനിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. ദർഗക്കകത്തല്ല, 15 മീറ്റർ മാറിയാണ് ദീപത്തൂണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഓർക്കണം, വർഷത്തിൽ ഒറ്റ ദിവസം മാത്രം നടക്കുന്ന ചടങ്ങാണ് കാർത്തിക ദീപം തെളിയിക്കൽ. അത് അനുവദിക്കില്ല എന്ന് പറയുന്നത് അസഹിഷ്ണുതയാണോ അല്ലയോ? 1920 ഒരു കോടതി ഉത്തരവ് അനുസരിച്ച് ആ മലനിരകളുടെ മുഴുവൻ ഉടമസ്ഥാവകാശം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനാണ്. ക്ഷേത്രം 6-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ദർഗ വരുന്നത് 17-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ അധിനിവേശ കാലത്ത് വന്ന ഒരു ദർഗയാണത് എന്ന് വ്യക്തമാണ്. എന്നിട്ടും ദർഗ അവിടെ പ്രവർത്തിക്കുന്നതിനെ ഇന്ന് വരെ ഹിന്ദു വിശ്വാസികൾ എതിർത്തിട്ടില്ല. പക്ഷേ DMK സർക്കാർ ഈ മലനിരകളുടെ പേര് തന്നെ ഈ ദർഗയുമായി ബന്ധപ്പെട്ടതാക്കാൻ മുസ്ലിം സംഘടനകളുടെ ആവശ്യത്തെ തുടർന്നൊരു ശ്രമം നടത്തി നോക്കി. എന്നിട്ടും ഹിന്ദു വിശ്വാസികൾ പ്രതിഷേധിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വർഷത്തിലൊരിക്കൽ കാർത്തിക ദീപം തെളിയിക്കാൻ കോടതി അനുവദിച്ചിട്ടും നമ്മുടെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സഖ്യകക്ഷിയായ DMK അനുവദിക്കാത്തത്. ഇപ്പോൾ പറയും BJP വർഗീയത പറയുന്നു. വിധി പറഞ്ഞ ജഡ്ജിയെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും ഇന്ത്യ സഖ്യക്കാർ അപമാനിച്ചു. കാരണം ഹിന്ദുക്കൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന എല്ലാവരോടും ഇന്ത്യ സഖ്യത്തിന് വെറുപ്പാണ്. ഈ വെറുപ്പ് മൂത്താണ് അയ്യപ്പ സന്നിധിയിൽ ആചാരലംഘനം നടത്താൻ ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടപ്പോൾ ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ അടിച്ചു മാറ്റി വിറ്റു. അപ്പോൾ അയ്യപ്പനായാലും മുരുകനായാലും ഹിന്ദു ദൈവങ്ങളോടും ആചാരങ്ങളോടും ഒക്കെയുള്ള കടുത്ത അസഹിഷ്ണുത, അതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ മുദ്രാവാക്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.